ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് വലിയ മഹാന്മാർ അവരുടെ ഈമാൻ ഫസാദാക്കാൻ ഇവൻ കടന്നു ചെന്നിട്ടുണ്ട്. വലിയ മഹാന്മാരുടെ ഈമാൻ ഫസാദാക്കാൻ പോലും ഇബ്ലീസ് കടന്നു ചെന്നിട്ടുണ്ട്. പിന്നെയാണോ നമ്മള് അല്ലാഹുവോട് എപ്പോഴും കാവല് തേടണം. എവിടെയാ പിശാചിന്റെ കാവൽ ഒഴിവായിട്ടുള്ളത്? മൂത്രമൊഴിക്കാൻ പോകുന്നോടത്തും പിശാചിനെ തൊട്ട് കാവല് തേടണമെന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ശാരീരിക ബന്ധം എവിടെയാ? ഇബ്ലീസിനെ തൊട്ടുള്ള കാവല് തേടാത്ത സ്ഥലങ്ങളില്ലല്ലോ. നമ്മൾ പൈശാചിക പ്രേരണയിലല്ലേ, പിശാചിന്റെ പ്രചോദനത്തിലല്ലേ പിശാച് നമ്മെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. മഹാന്മാരെ പോലും വഴിപിഴപ്പിക്കാൻ ചെന്നു എന്ന നമ്മുടെ ചുറ്റിലും മലക്കുകൾ പട്ടാളക്കാരായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഈമാൻ കൊണ്ടുയരേണ്ടതുണ്ട്. ഒരു സംഭവം പറയട്ടെ. സഹ്റത്തുർ റിയാദ് എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥത്തിൽ കാണാം, മഹാനായ അബൂ സക്കരിയ സാഹിദ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്നു. വലിയ മഹാൻ സൂഫിയ. അദ്ദേഹത്തിന്റെ സൂഫിയായ മറ്റൊരു സഹോദരൻ സുഹൃത്ത് കാണാൻ വരികയാ. ആരുടെ കാര്യ പറയുന്നത്? ലോക ചരിത്രത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സൂഫിയായ മഹാനായ അബൂ സക്കരിയ സാഹിദ് റളിയല്ലാഹു അൻഹു വഫാത്താവുന്ന സന്ദർഭം, മഹാനവറുകൾ മരണത്തിന്റെ പടച്ചിലേക്ക് എത്തുന്ന സന്ദർഭം, മഹാനവറുകൾ ഒരു കൂട്ടുകാരൻ അകലേന്ന് കാണാൻ വരികയാ. സക്കറാത്തിന്റെ ഹാലിലാ. ഒന്നും മിണ്ടാതെ കിടക്കാ, കണ്ണ് തുറിച്ചു നോക്കി നിൽക്കുന്ന അവസ്ഥയാ. ചലനമില്ല. ശ്വാസം വലിച്ചു വിടുന്നുണ്ട്. മരിക്കുമെന്നത് തീർച്ചയാ. രോഗം മൂർച്ഛിച്ചിരിക്കാ. ചുറ്റിലും കൂടി നിൽക്കുന്നവരോട് ചോദിച്ചു, അബൂ സക്കരിയ സാഹിദ് എന്നവർ കലിമ ചൊല്ലിയിട്ടുണ്ടോ? ചുണ്ട് തുറന്നിട്ടില്ല തങ്ങളെ, ചുണ്ട് തുറന്നിട്ടില്ല. ഈ മഹാന് കലിമ ചൊല്ലാൻ പറ്റിയിട്ടില്ല. മഹാനായ അബൂ സക്കരിയ സാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരൻ ചേർന്ന് നിന്നുകൊണ്ട് ചെവിയിൽ അങ്ങ് ഓതിക്കൊടുക്കുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ കലിമ ചൊല്ലിക്കൊടുത്തുകൊണ്ട്, ഹബീബിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മരണത്തിന്റെ അവസാനത്തെ വാക്ക് പറഞ്ഞു കൊടുക്കുമ്പോ മഹാനായ അബൂ സക്കരിയ സാഹിദ് റളിയല്ലാഹു അൻഹു മുഖം തിരിച്ചു കളയാ. വലത്തെ ചെവിയിലോതി കൊടുത്തപ്പോ മുഖം തിരിച്ചു ഇടത്തേക്ക്. പതുക്കെ ഇടത്തെ ചെവിയിലും ഓതിക്കൊടുത്ത കലിമ മിണ്ടുന്നില്ല. മുഖം വലത്തേക്ക് തിരിച്ചു കളഞ്ഞു. മൂന്നാമത് മുഖത്തിന്റെ നേരെ നിന്നുകൊണ്ട് കൂട്ടുകാരൻ അങ്ങ് കലിമ ചൊല്ലിക്കൊടുക്കുമ്പോ മഹാനവറുകൾ പറയുകയാണല്ല, ഞാൻ പറയൂല കലിമ, ഞാൻ പറയൂല. അവസാനം പറഞ്ഞ വാക്കെന്താ? ഞാൻ പറയൂല. അങ്ങനെ മിണ്ടേ. പടച്ചോനെ, ലോകം കണ്ട സൂഫി കലിമ ചൊല്ലാതെ മരിക്കുമോ? എല്ലാവരും പേടിച്ചു നിൽക്കുമ്പോൾ അത്ഭുതം സംഭവിക്കുകയാ. മഹാനായ അബൂ സക്കരിയ സാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് നവജീവൻ കടന്നു വരുന്നു. ആ ശരീരത്തിന്റെ രോഗശയ്യ മാറുന്നു. മഹാനവറുകൾ ആരോഗ്യത്തിന്റെ തുടിപ്പിലേക്ക് വരുന്നു. മഹാനവറുകളുടെ മുഖത്തിന്റെ കാന്തി തിരിച്ചു വരുന്നു. തളർന്ന ശരീരം അതാ എഴുന്നേറ്റിരിക്കുന്നു. മഹാനവറുകളുടെ കണ്ണിൽ നിന്നും പ്രകാശം വരുന്നു. എല്ലാരും ചോദിച്ചു, എന്തു പറ്റി തങ്ങളെ? എന്താ എല്ലാരും എന്റെ ചുറ്റിലും കൂടി നിൽക്കുന്നത്? അങ്ങ് മരണാസന്നനായിരുന്നു. അല്പം മുന്നേ അങ്ങേക്ക് കലിമ ചൊല്ലിത്തന്നു. ഞങ്ങൾ അങ്ങയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വന്നു, അദ്ദേഹം കലിമ ചൊല്ലിത്തന്നു. അങ്ങയുടെ പ്രതികരണം എങ്ങനെയാണെന്നറിയുമോ? ആദ്യത്തെ വട്ടം കലിമ ചൊല്ലിയപ്പോൾ മുഖം തിരിച്ചു. രണ്ടാമത് എതിർദിശയിൽ തിരിച്ചു. മൂന്നാമത് അതുവരെ മിണ്ടാതിരുന്ന അങ്ങ് പറഞ്ഞത് ഞാൻ പറയൂല എന്ന് വരെ അങ്ങ് ഉദ്ധരിക്കേണ്ടി വന്നു. അങ്ങനെ ഒന്ന് നിങ്ങൾ എനിക്ക് ചൊല്ലിത്തന്നത് ഞാൻ കേട്ടില്ല, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് സംഭവിച്ചതെന്തെന്ന് ഞാൻ പറയട്ടെ. മരണത്തിന്റെ അവസാനത്തെ പിടച്ചലിൽ എന്റെ മരണത്തിന്റെ ദാഹജലവുമായി എന്റെ മുന്നിലേക്ക് ഇബ്ലീസ് കടന്നു വരാ. മരിക്കാൻ നേരം ഒരു മനുഷ്യന്റെ ഈമാനെ ചൂഷണം ചെയ്യാൻ ഇബ്ലീസ് ദാഹജലവുമായി വരും.
ആ സമയം ഞാൻ നേരത്തെ പറഞ്ഞ ഈമാനിന്റെ 70ാമത്തെ പടിയിൽ എത്താത്ത മനുഷ്യനാ ദാഹജലത്തോട് ആഗ്രഹം വരും. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരങ്ങളീനവനാട്ടുവാൻ ബദ് ഭീകളാൽ തുണറോബനാ ലാ ഇലാഹ എന്റെ മുന്നിൽ ഇബ്ലീസ് വന്നിട്ട് എന്നോട് ആദ്യം പറഞ്ഞു, നല്ല ദാഹമുണ്ടല്ലേ? ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ കുടം കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ പാത്രം കൊണ്ടുവന്നിട്ട് അവൻ എന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അതങ്ങനെ കുലുക്കി കാണിച്ചു. അവൻ എന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കുലുക്കി കാണിച്ചു. ദാഹജലം ഉള്ള, മരണത്തിന്റെ ദാഹജലമുള്ള ആ പാത്രം, കുടം എന്റെ മുന്നിൽ കൊണ്ടുവന്ന് കുലുക്കി. നല്ല ദാഹല്ലേ? എന്നിട്ട് എന്നോട് ചോദിച്ചു, വെള്ളം വേണോ? വെള്ളം വേണോ? വെള്ളം വേണോ? ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് വേണ്ട. അപ്പവൻ പറഞ്ഞു, ഈ വെള്ളം തരാം, ആരും അറിയൂല, ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. ഈസാ നബി അള്ളാന്റെ മകനാ, ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. ഞാൻ എന്റെ മുഖം തിരിച്ചവൻ എന്റെ വലതുവശത്ത് നിന്നാ ഇത് പറഞ്ഞത്. ഞാൻ അതാണ് എന്റെ മുഖം ഇടത്തേക്ക് തിരിച്ചത്. പിന്നെയും അവൻ എന്റെ ഇടതുവശത്ത് വന്നു. എന്നിട്ട് ഇതുപോലെ തന്നെ ആവർത്തിച്ചപ്പോഴാ ഞാൻ എന്റെ മുഖം വലത്തേക്ക് തിരിച്ചതല്ലാതെ കെലിമ ചൊല്ലിയത് അവഗണിച്ചതല്ല, ഞാനത് അറിഞ്ഞതേ ഇല്ല. അപ്പോഴുണ്ടവൻ എന്റെ കാൽപാദങ്ങളിലൂടെ നുഴഞ്ഞു കയറി വന്നു. എന്നിട്ട് എന്നോട് പറയാൻ തുടങ്ങി, ലാ ഇലാഹ, പടച്ചവനില്ല, അല്ലാഹ് അല്ലയില്ല, അല്ലയില്ല. ഇങ്ങനൊന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം തരാം, അല്ലയില്ല എന്ന് പറഞ്ഞാൽ വെള്ളം തരാ. ഇത് കേട്ടപ്പോ എനിക്ക് സങ്കടം തോന്നി. ഞാൻ രോഷാകുലനായ അവനോട് പറഞ്ഞതല്ല, ഞാനത് പറയൂല, ഞാനത് പറയൂല. സുബ്ഹാനല്ലാഹ്, മഹാന്മാരുടെ മുന്നിൽ പോലും ഇബ്ലീസ് കടന്നു ചൊല്ലുന്നു എന്ന് പറയുമ്പോ പേടിക്കേണ്ട അവസ്ഥയല്ലേ? ഈമാനിന്റെ 70ാമത്തെ പടിയിലെത്തിയ മഹാന് പോലും ഈ അവസ്ഥ ഉണ്ടാ എന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഒരുക്കി വെക്കണം നമ്മുടെ മരണത്തിന് വേണ്ടി ഒരു ഒരുക്കം. എന്താണെന്നറിയണ്ടേ? നമ്മൾ മരിക്കുന്ന ആ ദിവസമുണ്ടല്ലോ, മരണനേരത്ത് നമ്മുടെ ചുറ്റുപാടിലും 10,000-കണക്കിന് മലക്കുകളാകുന്ന പട്ടാളക്കാർ വന്ന് കാവൽ നിൽക്കണം. അങ്ങനത്തെ ഒരവസ്ഥയെ ഉണ്ടാക്കി വെക്കാൻ നമുക്ക് കഴിയുമെന്ന് പരിശുദ്ധ ഖുർആൻ അതിനാദ്യം പറഞ്ഞോടത്തേക്ക് തന്നെ നമുക്ക് പോവേണ്ടിയിരിക്കുന്നു. മനസ്സിന്റെ അകത്ത് ഈമാൻ വേണം. ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടാത്തതൊക്കെ ഒഴിവാക്കാനുള്ള നമ്മുടെ തന്റെ ഇടമാ. ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ചെയ്യാൻ പറഞ്ഞത്, ഹബീബിന് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സന്മനസ്സാ. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് നമുക്ക് വരുമ്പോ, നമ്മൾ അവിടെ എത്തുമ്പോ, നമ്മുടെ മരണനേരത്ത് കാവലനായി പട്ടാളക്കാരായി മലക്കുകൾ വരും, വന്നുകൊണ്ടേയിരിക്കും. ഖാലൂ റബ്ബുന അല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تستهي أنفسكم ولكم فيها ما تدعون. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്ത് മലക്കുകളാകുന്ന പട്ടാളക്കാരെ കുറിച്ച് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരിങ്ങനെ കാവൽ നിൽക്കുമ്പോൾ ചിരിക്കും, അവരിങ്ങനെ കാവൽ നിൽക്കുമ്പോൾ ചിരിക്കും. അവൽ നിൽക്കാൻ നമ്മുടെ വീട്ടുവളപ്പിൽ 10,000-കണക്കിന് മലക്കുകൾ ഇറങ്ങി വരുമെന്ന് ഖുർആൻ. ആർക്കാണെന്നറിയുമോ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. റബ്ബ് അള്ളയാണെന്ന് നാവല്ല പറഞ്ഞത്, റബ്ബ് അള്ളയാണെന്ന് ഹൃദയം പറഞ്ഞ ആളുകളുണ്ടല്ലോ. സുമ്മസ്തഖാമൂ
ജീവിതത്തിൽ ഉടനീളം അത് കാണുകയും ചെയ്തു. തതനസ്സലു അലൈഹിൽ മലായിക, അവരുടെ മുന്നിൽ മലക്ക് വരും എന്നല്ല പറഞ്ഞത്, അവരുടെ മുന്നിലേക്ക് ജനാസ അനുഗമനത്തിന് വേണ്ടി മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കും. സഅദ് ബിൻ മുആദിന്റെ ജനാസ പോയപ്പോ മലക്കിന്റെ ആധിക്യം കാരണം വിരലുകളിൽ കുത്തി നടക്കാൻ കഴിയാത്ത പോലെ സ്വഹാബികൾ വീർപ്പുമുട്ടിയ അനുഭവം പറയപ്പെടുന്ന ചരിത്രത്തിന്റെ ഉദ്ധരണികൾ ഓർത്തു പോവുകയാ. മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് നമ്മോട് പറയും, അല്ലാ തഖാഫു, പേടിക്കണ്ട, വരാൻ പോകുന്ന ഖബറിനെ കുറിച്ച് പേടിക്കണ്ട, വരാൻ പോകുന്ന ഹിസാബിനെ കുറിച്ച് പേടിക്കണ്ട, മുൻകറും നക്കീറും വന്നോട്ടെ പേടിക്കണ്ട, മരണത്തിന്റെ പിടച്ചല് പേടിക്കണ്ട, മാത്രവുമല്ല വലാ തഹ്സനു, കഴിഞ്ഞു പോയതിനെ കുറിച്ച് സങ്കടപ്പെടവും വേണ്ട, വഅബ്ശിറൂ, സന്തോഷിച്ചോ ബിൽ ജന്നാ, സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ സ്വർഗത്തിന്റെ ആ സന്തോഷം കേൾക്കുമ്പോഴാ, സ്വർഗത്തിന്റെ മുറ്റം കാണുമ്പോഴാ, സ്വർഗത്തിന്റെ പൂന്തോട്ടം കാണുമ്പോഴാ, അവിരാമം ഒഴുകുന്ന കളകളാരവത്തിന്റെ അനുഗ്രഹീതമായ ശബ്ദവീചികൾ കൊണ്ട് മുഖരിതമായ സ്വർഗത്തിന്റെ തടാകം കാണുമ്പോഴാ, സ്വർഗത്തിന്റെ പൂമുറ്റത്ത് നിന്നുകൊണ്ട് പുഞ്ചിരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി, അവിടുത്തെ പൂവതരത്തിലേക്ക് നോക്കി നിന്നുകൊണ്ട് പുണ്യം നുകരുമ്പോഴാ, സുലൈഖയുടെ കൊട്ടാരത്തിന്റെ അകത്തളത്തിലെ തരുണീമണികളുടെ കൈവിരലുകൾ മുറിഞ്ഞു പോയത് യൂസുഫ് നബിയുടെ പരിപൂർണമല്ലാത്ത സൗന്ദര്യത്തെ ദർശിച്ചതിന്റെ പേരിൽ വിരലറ്റ് പോയതിന്റെ വേദന അറിയാത്ത മനുഷ്യന്റെ കഥ പറഞ്ഞ ഖുർആൻ ഇനി പറയണ്ട. പരിപൂർണ അമ്പിളിയുടെ പൂവദനം കണ്ടവന് മരണവേദനയില്ല. ചിരിച്ചോ എന്ന് പരിശുദ്ധ ഖുർആൻ, സന്തോഷിച്ചോ എന്ന് പരിശുദ്ധ ഖുർആൻ. നഹ്നു ഔലിയാഉകും, നിങ്ങളുടെ പട്ടാളക്കാർ ഞങ്ങളാ, നിങ്ങളുടെ പട്ടാളക്കാർ ഞങ്ങളാ. ഇങ്ങനെ മലക്കുകൾ പറയും സഹോദരാ, ഇങ്ങനെ മലക്കുകൾ പറയും സഹോദരാ. ആ പറച്ചില് കേട്ടുകൊണ്ട് മരിച്ചു പോകുന്നവനെ എവിടെ നോക്കിയാലാ കാണാ. ഖുർആൻ പറഞ്ഞല്ലോ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തി വനഹർ ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. രാജാതിരാജനായ തമ്പുരാന്റെ തൊട്ടടുത്തവര് അവിടേക്ക് കൊണ്ടുപോകും. മഹാന്മാർ രേഖപ്പെടുത്തുന്ന ഇമാം ഗസ്സാലിയുടെ മുഖാശബിയിൽ ഒരു സംഭവം കാണാം. ഞാൻ അവസാനിപ്പിക്കുകയാ. മഹാനായ ദന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാ സൂഫിയ, ഹൃദയത്തിൽ അല്ലാഹ് എന്ന ചിന്തയല്ലാതെ മറ്റൊന്നുമില്ല. വലിയ മഹാൻ ഇമാം ഗസ്സാലി പരിചയപ്പെടുത്ത ദന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു, ഈജിപ്തിലെ മഹാനായ പണ്ഡിതൻ, സൂഫി, വലി, ഹൃദയത്തിൽ അല്ലാഹ് അല്ലാത്ത ഒന്നുമില്ല, അങ്ങനത്തെ മഹാൻ ചെന്നു പുണ്യ ഹറമിൽ, പരിശുദ്ധ മസ്ജിദുൽ ഹറമിലെത്തി. പരിശുദ്ധ മസ്ജിദുൽ ഹറമിലെത്തിയപ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. വേണ്ട വിധം വസ്ത്രങ്ങളൊന്നുമില്ല, ഒരു പഴയ വസ്ത്രം ഇട്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. മഹാനായ ദന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോ, അദ്ദേഹമാവട്ടെ രോഗിയാ, അദ്ദേഹത്തിനൊരു പിടച്ചല് മാത്ര ഞാൻ കണ്ടത് എവിടെയെന്നറിയുമോ? മഹാനവറുകൾ മസ്ജിദുൽ ഹറമിന്റെ ഒരു തൂണിന്റെ ചുവട്ടിൽ വളഞ്ഞുകൂടി കിടക്കാം. അദ്ദേഹത്തിന് ഒരു മുരടല് മാത്രമേ ഉള്ളൂ. ഇപ്പൊ മരിക്കുമെന്ന ഘട്ടം. ഞാൻ ആ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി മോനെ? എന്റെ മുഖത്തേക്ക് നോക്കി. മുമ്പൊരിക്കലും കണ്ടിട്ടില്ലെങ്കിലും ദന്നൂനുൽ മിസ്രി എന്ന മഹാന്റെ മുഖത്തെ ഈമാന്റെ വെളിച്ചം ആ ചെറുപ്പക്കാരൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പരദേശിയാ, അള്ളാന്റെ പൊരുത്തം തേടി ഞാൻ നടക്കുന്ന ആളാ, ആശിഖാണ് ഞാൻ. എന്റെ ഹൃദയത്തിൽ അല്ലാഹ് എന്ന പ്രണയമാണ്. അല്ലാഹ് എന്ന പ്രണയം ഹൃദയത്തിൽ വന്ന് രോഗിയായവനാ ഞാൻ. അല്ലാഹ് എന്ന ചിന്ത വന്നതുകൊണ്ട് മനവും നിലതെറ്റിയവനാ ഞാൻ. മരണമല്ലാതെ മറ്റൊന്നും എന്റെ മുന്നിലല്ല. ഒന്ന് മരിച്ചാൽ എന്റെ റബ്ബിന്റെ അടുത്തേക്ക് പറക്കാമല്ലോ.
മഹാനായ ദന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ ഒരു മഹാനെ കാണാനല്ലേ, അതുപോലെ ജീവിക്കാൻ ശ്രമിക്കുന്നവനല്ലേ ഞാൻ ആ പൊന്നുമോനോട് പറഞ്ഞു, മോനെ നിന്നെ പോലുള്ള ഒരാൾ തന്നെയാ ഞാൻ, നിന്നെ പോലെ ഹറമിന്റെ ശീതീകരിച്ച അകത്തളത്തിലേക്ക് വന്നതല്ല ഈ ഹറമിന്റെ പരിസരത്തെ അനുഗ്രഹങ്ങൾ കാണാൻ വന്നതല്ല ഞാൻ ഇവിടെ വന്നത് റബ്ബിന്റെ പൊരുത്തം തേടാൻ, എന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഈമാനെ ഒന്ന് പ്രവേശിപ്പിക്കാൻ, നിന്നെ പോലുള്ളവരെ കണ്ടുകൊണ്ട് നിങ്ങളുടെ പൂമുഖത്ത് നോക്കിയിട്ട് എനിക്ക് പുണ്യം നുകരാൻ, പൊന്നുമോനെ ഞാനും നിന്നെ പോലെയാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ മഹാനായ ദന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന്റെ മിനുസമുള്ള കൈത്തണ്ടിലേക്ക് അമർത്തിപ്പിടിച്ചിട്ട് വളഞ്ഞുകൂടി തളർന്നു കിടക്കുന്ന ആ ചെറുപ്പക്കാരൻ പിടിച്ചുകൊണ്ട് വാവിട്ട് കരയാ, ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് കരയാം, സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് കരയാം. സ്വലാത്തിന്റെയും ദിക്റിന്റെയും ആ ശാബ്ദിക മിശ്രണങ്ങൾ കേട്ടോടുത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആർത്തട്ടഹസിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ദന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു. പെട്ടെന്നതാ ആ ചെറുപ്പക്കാരൻ ഒരു പെടച്ചല് വരാ, പെടച്ചലോടുകൂടെ കലിമ ചൊല്ല, ആ മനുഷ്യൻ നിവർന്നു കിടക്ക, കയ്യകെട്ട, സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ മരിച്ചു വീഴാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ദന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പേടിച്ചുപോയി. വേഗം ചെന്നു കഫൻ പുടവ വാങ്ങാൻ. ഹറമിന്റെ പരിസരത്ത് ഇമാം ഗസ്സാലിയുടെ മുക്കാസഫയിൽ ഞാൻ ഇപ്പോഴും കണ്ടിട്ടാ വന്നത്. ഏതെങ്കിലും ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ പറ്റിക്കുകയല്ല. ചിന്തിച്ചു നോക്കണം, ജീവിതത്തിന്റെ താരതമ്യത്തിന് മഹാന്മാരുടെ കഥ നമുക്ക് ആവശ്യമുള്ളതാ. അള്ളാന്റെ ഖുർആന്റെ മൂന്നിലൊരു ഭാഗം കഥയാ, ചരിത്രമാ. ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചല്ലോ, ഖുർആൻ ഒരുപാട് മഹാന്മാരുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. എന്തിനാ? വഅ്ള് പറയാനാണോ? അല്ല. വഅ്ള് കേട്ട് ആസ്വദിക്കാനാണോ? അല്ല. കേട്ടതും ആസ്വദിച്ചതും പകർത്തിയെടുക്കാൻ വേണ്ടിയാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കഫൻ പുടവയുമായി മഹാനായ ദന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പുണ്യമാക്കപ്പെട്ട മസ്ജിദുൽ ഹറമിന്റെ അകത്തേക്ക് വന്നപ്പോ സുബ്ഹാനല്ലാഹ്, ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് അവിടെ കാണുന്നില്ല. ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് അവിടെ കാണുന്നില്ല. ദന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, പടച്ചോനെ ആ മയ്യത്ത് മറവ് ചെയ്യൽ എനിക്ക് ഫർള് കിഫയാണ്, ഫർള് ഐനാണ്, അത് എനിക്ക് ബാധ്യതയാ, നിർവഹിക്കണം, നീ എന്നെ സഹായിക്കണം അല്ലാ എന്ന് പറഞ്ഞപ്പോൾ ഒരു അശരീരി മസ്ജിദുൽ ഹറമിൽ മുഴങ്ങുകയാ. അശരീരി എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ ശബ്ദമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. മറിയം ബീവി അശരീരി കേട്ടതായി ഖുർആനിലുണ്ട്. വഇദ് ഖാലത്തിൽ മലായികതു യാ മറിയം ഇന്നല്ലാഹ അസ്തഫാകി. അശരീരിയാണ് തൊട്ടുമുന്നേയുള്ള ആയത്തും നമ്മൾ ഓതിയത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു. നമ്മുടെ കണ്ണുകൊണ്ട് നേരെ കാണാൻ പറ്റാത്ത ശരീരം, അതാണ് അശരീരം. അശരീരി ശബ്ദം കേൾക്കുകയാ. മഹാനായ ദന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആരാണ് ഈ ചെറുപ്പക്കാരൻ എന്നറിയുമോ? മഹാനവറുകളെ കാലങ്ങളോളം ഇബ്ലീസ് വഴിപിഴപ്പിക്കാൻ പിന്നാലെ കൂടിയിട്ട് തിരിച്ചോടിയതായി മഹാനെ പിടികിട്ടാതെ പോയതാ. ഇബ്ലീസിന് പിടികൊടുക്കാത്ത മഹാനായി ചെറുപ്പക്കാരൻ. പിന്നീട് ഈ മഹാനെ കാണാൻ വേണ്ടി മഹാനായ മാലിക് അലൈഹിസ്സലാം എന്ന നരകത്തിന്റെ കാവൽക്കാരനായ മലക്കൊന്നുകൂടി. ഏതായാലും അങ്ങോട്ട് ഈ മഹാൻ വരില്ല. എങ്ങോട്ട്? എവിടെ വരില്ല? നരകത്തിലേക്ക് വരൂല. അപ്പൊ നരകത്തിന്റെ കാവൽക്കാരൻ ഇദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ. അതുകൊണ്ട് ഈ മഹാനെ കാണാൻ വേണ്ടി നരകത്തിന്റെ കാവൽക്കാരനായ മലക്ക് പിന്നാലെ കൂടി. കാണാൻ കിട്ടിയില്ല. പറക്കണ വലിയ എന്നൊക്കെ പറയില്ലേ, കാണാൻ കിട്ടിയില്ല. പിന്നെ സ്വർഗത്തിൽ വരുന്നത് കാത്തിരുന്ന് മുഷിഞ്ഞപ്പോ മഹാനായ റിദ്വാൻ എന്ന സ്വർഗത്തിന്റെ കാവൽക്കാരൻ പിന്നാലെ വന്നു. ആ മഹാനും കാണാൻ കിട്ടിയില്ല. ഈ മനുഷ്യനെ ജീവനോടെ ഒന്ന് കാണാൻ അല്ലാഹു ഖളാ ആക്കിയത് നിങ്ങൾക്കല്ല, അതൊരു ഭാഗ്യമായി കണ്ടോളൂ. ഒരു മഹാനെ കാണാൻ കഴിയാ എന്നതൊരു ഭാഗ്യം. മഹാനായ പാണക്കാട് സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ വന്നുകൊണ്ട് ഈ വർഷത്തെ ആണ്ട് നേർച്ചക്ക് തുടക്കം കുറിച്ച് പ്രോജ്വലമായ പ്രാർത്ഥന നടത്തിപ്പോയപ്പോ
മഹാനായ തങ്ങൾ അവരുടെ പൂമുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞത് പുണ്യമാണ്. മുനവ്വർ ഷാ തങ്ങളെ കണ്ടത് പുണ്യമാ. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഒരു ഹദീസുണ്ട്, എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം പിൽക്കാലത്ത് യുദ്ധത്തിന് പോകുമ്പോ അന്ന് അവിടെ വിളിച്ചു ചോദിക്കപ്പെടും, ഹൽ ഫീകും മൻ സ്വഹിബൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെന്ന് പറയുമ്പോ നബിയെ കണ്ടവനെ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ട് യുദ്ധം ചെയ്യും. ഫയുഫ്തഹു ലഹും, അവർക്ക് വിജയം കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹ് മുസ്ലിം. പിന്നെ ഒരു കാലം വരുമ്പോ യുദ്ധത്തിന് പോകുമ്പോ വിളിച്ചു ചോദിക്കും, ഹൽ ഫീകും മൻ സ്വഹിബൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ കണ്ടവനുണ്ടോ? ഫയുഖാലു നഅം, ഉണ്ടെന്ന് പറയും. അവനെ പിടിച്ച് മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യും. ഫയുഫ്തഹു ലഹും, അവർക്ക് വിജയമുണ്ട്. പിന്നെ ഒരു കാലം വരും, അപ്പൊ വിളിച്ചു ചോദിക്കപ്പെടും, ഹൽ ഫീകും മൻ സ്വഹിബ സ്വാഹിബ റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവനുണ്ടോ? മഹാന്മാരെ കാണല് തന്നെ അസ്ലു ബറക്കത്ത. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹോന്നത പ്രസിഡന്റ് പദവിയിലിരുന്ന ആനക്കര കോയക്കുട്ടി മുസ്ലിയാരെ കാണാൻ കിട്ടിയ ആദ്യ അവസരത്തിൽ ഞാൻ ഓർത്തുപോയി, പടച്ചോനെ ഇതെന്തൊരു കോലം. അന്ന് മഹാനവറുകൾ സമസ്തയുടെ പ്രസിഡന്റ് അല്ല, പക്ഷേ ഒരു മഹാനായ ഉഹ്റവിയായ പണ്ഡിതനെ കണ്ണുകൊണ്ട് കണ്ടപ്പോ അല്ലാ, എന്തോ ഒരു രൂപമായത്. നിന്റെ മഹാന്മാർ ഇത്രയും വലിയ പണ്ഡിതൻ 10-60 കൊല്ലം നൂറുകണക്കിന് ആലിമീങ്ങൾക്ക് ദർസ് നടത്തി കൊടുത്ത മഹാന്മാരായ ഒരുപാട് ഉലമാ, എന്റെ ഔലിയ, എന്റെ പ്രിയ ശിഷ്യത്വം സ്വീകരിച്ച മഹാനായ കോയക്കുട്ടി ഉസ്താദിന്റെ ഉജാലമുക്കി നിറം പിടിച്ച് അത് വഷളായി എന്ന് തോന്നുന്ന വിധം വെള്ളവസ്ത്രത്തിന്റെ കലയും അടയാളങ്ങളും ഉജാല കൊണ്ട് തീർത്ത, തേച്ച് നിവർത്താത്ത ചുക്കിച്ചുളുങ്ങിയ 2-3 മീറ്റർ നീളമുള്ള തലപ്പാവിന്റെ ഓയിൽ കൊണ്ട് തലപ്പാവ് കെട്ടാൻ ശ്രമിക്കുന്ന ആ വൃദ്ധൻ, പടച്ചോനെ ഒരു കിബറുമില്ലല്ലോ. അവരെ കണ്ടപ്പോ മനസ്സിൽ തോന്നിയ ഒരു ആന്തോളനമുണ്ടല്ലോ. ഔലിയാഉല്ലാഹ് അല്ലദീന ഇദാ ദുഖിറല്ലാഹ്, അല്ലാഹ് എന്ന തോന്നലും മനസ്സിൽ ആരെ കാണുമ്പോഴാ ഉണ്ടാവാ? പണ്ഡിതന്മാരെ കണ്ടാൽ അല്ലാഹ് തോന്നല് ഉണ്ടാകുന്നുവെങ്കിൽ, സ്വാലിഹീങ്ങളെ കാണുമ്പോ അല്ലാഹ് എന്ന് തോന്നല് ഉള്ളിലുണ്ടാകുന്നുവെങ്കിൽ, ആ പണ്ഡിതൻ, ആ മഹാൻ അല്ലാഹുവിന്റെ വലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഖേദകരമെന്ന് പറയട്ടെ, പണ്ഡിതനെ കണ്ടാൽ ഇബാദത്തുണ്ട് എന്ന് നാം വിശ്വസിക്കുന്ന വലിയ ധർമ്മിഷ്ഠനായ ഒരു സ്വാലിഹായ മുതലാളിയെ കണ്ടാൽ അള്ളാനെ ഓർമ്മ വരുന്നതിന് പകരം ടാറ്റയെ ഓർമ്മ വരുന്നു, ബിർളയെ ഓർമ്മ വരുന്നു, അംബാനിയെ ഓർമ്മ വരുന്നു, അദാനിയെ ഓർമ്മ വരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ, ഈമാനില്ലാത്ത കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വരുന്ന നമ്മൾ മനസ്സിലാക്കിക്കോ. മഹാനായ ദന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിനോട് ആ ശരീരി പറയാ, ആ മഹാനെ മറ്റുള്ളവർക്കാർക്കും കാണാൻ കഴിയാതെ വന്നത് നിങ്ങൾ കണ്ടു. അപ്പൊ ചോദിച്ചു, എവിടെ പോയി? എന്നാലും ഈ മയ്യത്ത് മഹാനവറുകളെ പറ്റി പറയുകയാണ്. മരിക്കേണ്ട താമസമാ മഹാൻ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ സവിധത്തിലേക്ക്. നേരത്തെ നമ്മൾ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, സൂറത്തുൽ ഖമറിന്റെ ആയത്ത്, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. മുഖ്തദിറായ അള്ളാന്റെ മുന്നിലുണ്ടവർ സ്വർഗത്തിലും പിടികൊടുത്തിട്ടില്ല. ചിലരുണ്ട് മരിക്കാതെ സ്വർഗത്തിൽ പോകും. മരിക്കാതെ സ്വർഗത്തിലോ ഉണ്ട്. ഖുർആൻ എത്ര വരെ പറഞ്ഞു? മരിക്കാതെ സ്വർഗത്തിൽ പോയവരുണ്ട്. മരിക്കാതെ സ്വർഗത്തിൽ പോയ ആളാണ് സയ്യിദുന മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഇവര് മരിച്ചിട്ടില്ല. മരിക്കാത്ത പ്രവാചകനാണ് ഹയ്യാനി ഫിൽ അർളി ഖദറും വ ഇല്യാസു വ ഫിസ് സമാഇ കദാ ഈസാ വ ഇദ്രീസു. ഫത്ഹുൽ ബാരിയിൽ കാണാൻ ഹദീസ്. 4 നബിമാര് മരിച്ചിട്ടില്ല. ഞാൻ മുമ്പ് പറഞ്ഞേക്കണേ, ഞാൻ ആവർത്തിക്കുന്നില്ല. ഇദ്രീസ് നബി മരിച്ചിട്ടില്ല, സ്വർഗത്തിൽ മരിക്കാതെ പോയത്. രസകരമായ സംഭവം. അള്ളാഹു തൗഫീഖ് അത് പിന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആസിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഖുർആൻ.
തഫ്സീർ എടുത്ത് നോക്കിയാൽ കാണാം ആസിയ റളിയല്ലാഹു അൻഹ മരിക്കാതെ സ്വർഗ്ഗത്തിലേക്ക് പറന്നു. അങ്ങനെ കാണാം പരിശുദ്ധ ഖുർആൻ സൂറത്ത് തഹ്രീം ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് ദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു, അതിന്റെ അവസാന ഭാഗത്ത് കാണുന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം ആസിയ റളിയല്ലാഹു അൻഹ വഫാത്തായിട്ടില്ല, നേരെ സ്വർഗ്ഗം. പിന്നെ കാണാം സൂറത്ത് യാസീൻ മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഈസാ നബിയുടെ സ്വഹാബികളെ വധിക്കാൻ ശ്രമിക്കുന്നതായ ആ രാജാവിന്റെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് മഹാനായ ഹബീബുൻ നജ്ജാർ പറയുന്നുണ്ട് വജാഅ മിൻ ഖസൽ മദീന റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഖ്തദൂൻ. ഓർമ്മയില്ല ആയത്ത്? ഹബീബുൻ നജ്ജാറിന്റെ കഥയാ, ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടെ നമ്മൾ ഒരു ആയത്ത് കാണുന്നുണ്ട്, ഖീല ദുഖുലുൽ ജന്നത ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. ഹബീബുൻ നജ്ജാറിനോട് പറഞ്ഞു, മരിക്കണ്ട, നേരെ സ്വർഗ്ഗത്തിലേക്ക്. ഖീല പറയപ്പെട്ടു ദുഖുലുൽ ജന്ന, മരിക്കാതെ സ്വർഗം. തഫ്സീറുൽ ജലാലൈനി പറയുന്നു, ഒരുപാട് തഫ്സീറുകൾ പറയുന്ന മഹാൻ മരിക്കാതെ നേരെ സ്വർഗത്തിൽ പോയി. പക്ഷെ മരണവേദന ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട്. ഏതായാലും ഈ മഹാൻ ദന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ശരീരി പറയുകയാണ്, ആ മഹാൻ മരിക്കാതെ സ്വർഗത്തിലേക്ക് പോയി. ഈമാന്റെ പവറാണ് മുസ്ലിമേ, ഈമാന്റെ പവറാണ് മുസ്ലിമേ. ജീവിതത്തിൽ സമ്പാദ്യങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിലും ഈമാൻ പ്രശോഭിച്ചു നിൽക്കാൻ 70ാമത്തെ തട്ടിലേക്ക് ഈമാൻ ചേക്കാറാൻ ഏത് സമ്പാദ്യ നമുക്കുണ്ടാക്കി വെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അവസാനിപ്പിക്കട്ടെ. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമായ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബി ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് എന്ന മഹാനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഒരു ഹദീസ് കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഔജബ ത്വൽഹത്തുൽ ജന്ന, ത്വൽഹത്ത് സ്വർഗ്ഗത്തിൽ പോവൽ അനിഷേധ്യമാ. വേണ്ടാന്ന് വെച്ചാലും അള്ളാഹ്ക്ക് നിർബന്ധ ത്വൽഹത്തിനെ സ്വർഗ്ഗത്തിൽ വിടലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്താണ് ത്വൽഹത്ത് ചെയ്തു കൂട്ടിയതെന്നറിയുമോ? നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മനസ്സിന്റെ അകത്തേക്ക് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള അദമ്യമായ സ്നേഹമെന്ന ഈമാനിന്റെ വികാരം കടന്നു വരുമ്പോ ത്വൽഹയെ പോലെയാവാം. ഉഹദിന്റെ പാറക്കെട്ടുകൾ കാണാൻ പോയ സഹോദരന്മാർ ഹാജിമാരുണ്ടല്ലോ, എന്റെ മുന്നിലുണ്ടല്ലോ, നിങ്ങൾ കണ്ടതല്ലേ ഉഹദ്? അവിടെ അള്ളാന്റെ റസൂലിന് വേണ്ടി പ്രതിരോധം തീർത്തു. ഉഹദ് യുദ്ധത്തില് പുണ്യപൂമാന്റെ ചുറ്റിലുമായി അൻസാരികളിൽപ്പെട്ട മഹാന്മാരായ 11 സ്വഹാബികളോ, ഈ ത്വൽഹത്തും മറ്റൊരു സ്വഹാബിയുമല്ലാതെ എല്ലാവരും ഛിന്ന ഭിന്ന ശിഥിലമായി ചിതറിയോടിയ നേരത്ത്, അള്ളാന്റെ ഹബീബിനെ പ്രതിരോധിച്ചു നിർത്തിയ നേരത്ത് റസൂലുള്ളാഹി പറഞ്ഞല്ലോ, മൻ യറുദ്ദു അന്നാ ഹഉലാഇ ഫഹുവ റഫീഖി ഫിൽ ജന്നാ. ആരാണോ നമുക്ക് പ്രതിരോധം തീർക്കുന്നത് അവർ എന്റെ കൂടെ സ്വർഗത്തിലെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞോടത്ത് ശത്രു സമൂഹത്തിന്റെ മൂർച്ചയുള്ള ആയുധത്തിന്റെ വാഴ്ത്തലയെ മാംസം കൊണ്ടും ശരീരത്തിന്റെ എല്ലുകൊണ്ടും ശരീരത്തിന്റെ അസ്ഥി കൊണ്ടും 70ഓളം മുറിവേറ്റവനാ മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്. മരിച്ചെന്ന് കരുതി ശത്രുക്കൾ വലിച്ചെറിഞ്ഞൊരു കുഴിയിൽ കിടക്കുമ്പോ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹും അബൂബക്കർ സിദ്ദീഖും റളിയല്ലാഹു അൻഹുമ ഓടിക്കിതച്ച് വരാൻ നബിയെ കാണാൻ. അവിടുത്തെ പല്ല് പൊട്ടിയതും അവിടുത്തെ നെറ്റി പൊട്ടിയതും ചോര ഒലിച്ചു നിൽക്കുന്ന മുഖഭാവത്തിൽ അഷ്റഫുൽ ഖൽഖിന്റെ താടിരോമങ്ങൾ നനഞ്ഞു കുതിർന്നു നിൽക്കുമ്പോഴും വിയർപ്പിനേക്കാളും അപ്പുറം ആ ചുടുനിണത്തിന്റെ മണമടിച്ചു വീശുമ്പോഴും അള്ളാന്റെ ഹബീബിനെ കെട്ടിപ്പുണരാൻ വരുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, ഉത്രുഖാനി, നിങ്ങൾ എന്നെ വിട് അബൂബക്കറെ, അബൂ ഉബൈദ, നിങ്ങൾ പോവണേ മുൻസരിഫായില സ്വാഹിബിക്കുമാ. ത്വൽഹ എവിടെയുണ്ടടോ? ത്വൽഹേനെ പോയി നോക്കടോ. മഹാനായ ത്വൽഹയെ വാരിപ്പുണർന്നു. 70 വെട്ടേറ്റ് പിടഞ്ഞു വീണ് മരിച്ചെന്ന് കരുതിയ സ്വഹാബിക്ക് ജീവനിന്റെ അവസാനത്തെ പിടച്ചു കാണുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തലോടുകയാ.
ആ ശരീരത്തിൽ ചുടുചുംബനം കൊടുക്കുക. പുണ്യപൂമാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക, എന്റെ ത്വൽഹ ഒന്ന് എഴുന്നേറ്റ് വരണേ. ഈ ത്വൽഹക്ക് കലിമ ചൊല്ലിക്കൊടുത്ത് ഇസ്ലാമിൽ കൊണ്ടുവന്ന അബൂബക്കറിന്റെ തലോടൽ വരാ. അബൂബക്കറാ ഇസ്ലാമിൽ കൊണ്ടുവന്നത്. ത്വൽഹ ജീവിക്കണേ, ഹബീബിന്റെ ദുആ വരാ. ത്വൽഹ ജീവിച്ചു മൂമിനെ. പിന്നീട് ജമൽ യുദ്ധത്തിൽ വീണ്ടും ഷഹീദായി. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു ജമൽ യുദ്ധത്തിൽ ഷഹീദായി. ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്, ജീവിച്ചിരുന്നപ്പോ ഒരു ഷഹീദിന്റെ രൂപത്തിൽ ഒരാളെ കാണണമെങ്കിൽ 2 വട്ടം ഷഹീദായ മഹാൻ ത്വൽഹ. ആ മഹാൻ ഈമാൻ ഉള്ളിൽ കയറിയപ്പോ അവിടുത്തെ അമലുകളുടെ പരിധി അങ്ങ് വിട്ടു, ജീവാർപ്പണത്തിന് തയ്യാറായി. ആ ഒരു അവസ്ഥയിലേക്ക് എത്തലിന നമ്മൾ ഈ വഴുതു പറഞ്ഞത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ.